നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെ ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ ചതയം വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലത്തെ ഒന്ന് പ്രതിപാദിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ എന്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന യൂട്യൂബ് ചാനലായിട്ടുള്ള തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക. വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്ന് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ പരിശോധിക്കാം. വിഷുഫലം പറയുമ്പോൾ ദേവതാഫലം, ശൂലഷട്കാദി ഫലങ്ങൾ കൂടാതെ ഗോചരപ്രകാരമുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലം എന്നിങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഇന്ന് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലവുമായിട്ട് മുന്നോട്ട് പോകാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു വിഷുവർഷത്തിൽ മനോദുഃഖം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബസുഖത്തിന് ഹാനിയൊക്കെ ഉണ്ടായേക്കാം. ശൂലഷട്കാദി ഫലങ്ങളിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ജനനേതൃത്വം വഹിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കൂടാതെ മേലധികാരികളുടെ പ്രീതി നേടുന്ന വർഷമാണ്. അധികാരങ്ങളുടെയൊക്കെ പ്രാപ്തി, അധികാരങ്ങളൊക്കെ ലഭിക്കുന്ന വർഷമാണ്. കൂടാതെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ കളിയാടുന്ന വർഷം കൂടിയാണ്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമാണ്. സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടൊക്കെ എവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള സാഹചര്യമുണ്ട്. സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മുഖേന ജീവിതത്തിൽ നേട്ടങ്ങളും കാര്യസാധ്യങ്ങളും ഉണ്ടാകാം. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുന്നതാണ്. കൂടാതെ പിതാവിനോ പിതൃസ്ഥാനീയരായവർക്കോ ഒക്കെ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഗൃഹാന്തരീക്ഷമൊക്കെ സംതൃപ്തകരമായിരിക്കുന്ന സാഹചര്യമുണ്ട്. വാഹന സംബന്ധമായിട്ട് ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. വർഷമധ്യത്തോടുകൂടി മനസ്സിന് വിഷമം നൽകുന്ന ചില വാർത്തകളൊക്കെ ശ്രവിക്കേണ്ടതായിട്ടും വന്നേക്കാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാഹചര്യമുണ്ട്. അന്യജനങ്ങളിലേക്ക് സഹായ സഹകരണങ്ങൾ മൂലം ചില കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് താൽക്കാലിക ജോലിയോ തൊഴിലോ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ അലസത ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിദേശ ജോലിയിലൊക്കെ ഇടപെടുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. കർമ്മരംഗത്തൊക്കെ ശത്രുശല്യം വർദ്ധിക്കാം. എന്നിരുന്നാലും അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം സാധ്യമാകുന്നതാണ്. അനാവശ്യ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ശിവഭഗവാനാണ് ദേവതയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദോഷപരിഹാരത്തിന് വരുന്ന ഒരു വർഷം പരമാവധി ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്നത്ര ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശക്തികൊത്തം വഴിപാടുകളെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.